ഹായ് എവരി വൺ, വെൽക്കം ടു കിച്ചസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും കിച്ചസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഈ മീനും അതുപോലെ ചിക്കനും ഒക്കെ വാഴയിലും അതുപോലെ ഫോയിൽ പേപ്പറിലൊക്കെ വെച്ചിട്ട് പൊള്ളിപ്പിച്ചെടുക്കാറില്ലേ, അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. പക്ഷെ എന്തായാലും ഞാനിന്ന് ചിക്കനോ മീനോ അല്ല ഇവിടെ പൊള്ളിപ്പിച്ചെടുക്കാൻ പോകുന്നത്. അതിന് പകരം ഞാൻ കോഴിമുട്ടയാണ് വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിപ്പിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ഫ്രണ്ടാണിത് പറഞ്ഞു തന്നത് ഈ റെസിപ്പി. അപ്പം ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണു. നിങ്ങളും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാഴയില വെച്ചിട്ട് കോഴിമുട്ട പൊള്ളിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത്. നമുക്ക് കോഴിമുട്ട പൊള്ളിച്ചെടുക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു തണ്ട് വലിയ കറിവേപ്പിലയുടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണം നിങ്ങൾക്ക് വലുതെടുക്കണം വെച്ചാൽ എടുക്കാം. പിന്നെ ഒരു 10 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 മുട്ട വേണം. ഈ മുട്ടേനെ നമ്മൾ ഈ പൊള്ളിക്കുമ്പോൾ നടുകെ കീറി വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഒരു 4 വറ്റൽമുളകും ഒരു 2 പിരിയമുളകും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 1 മണിക്കൂറായിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പക്ഷെ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ഇത്. പിന്നെ ഞാൻ പിരിയമുളക് എടുത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിന് പകരം വറ്റൽമുളക് തന്നെ യൂസ് ചെയ്യാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഇവിടെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാലാണ് നമുക്ക് നമ്മുടെ ഇതിന് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ എല്ലാം കൂടിയിട്ട് ഒരു ഗ്രേവി പരിവാക്കിയിട്ട് മുട്ടയും വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 വാഴല നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം തൊടിക്കാണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളം തൊടിക്കാണ്ട് അരയ്ക്കുമ്പോൾ മഷി പോലെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന്, അതായത് ഇപ്പോൾ കുറച്ച് തരിതര ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് അരച്ചെടുത്തത് മാറ്റിയതിന് ശേഷം നമ്മളിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വറ്റൽമുളകും പിരിയമുളകും ഇല്ലേ, അത് ഇതിലത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മുളകുകളെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. നമുക്കിനി പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് കുറച്ച് നാളികേരത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാണ്ട് ചൂടാവണേക്കാൾ മുമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ പാനൊന്ന് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലെയിം. പിന്നെ നമുക്ക് ഈ വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ മുളക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച വറ്റൽമുളകും പിരിയമുളകും അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ അധികം ഫ്ലെയിമിൽ ഇടണ്ടാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് വെള്ളം ചേർത്ത് അരച്ചതാണല്ലോ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയും കൂടിയിട്ട് പൊട്ടിത്തെറിക്കും. അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇത് ഒന്ന് മൂത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് സവോളയും അതുപോലെ ബാക്കി ഉള്ള വെജിറ്റബിൾസ് ഒക്കെ കൂടിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് ഫൈൻ പേസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുമായിരിക്കും.
ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കുറച്ചൊന്നും ഇങ്ങനെ വരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുരുമുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് വേഗം ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി നേരം കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് പാടാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പൊള്ളിപ്പിക്കാൻ വേണ്ടിയുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് നമുക്ക് വാഴയിലേക്ക് വെച്ചിട്ട് ഇതും മുട്ടയും കൂടിയിട്ട് വെച്ചൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഇപ്പതാ ഇതൊരു കിഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പാനിൻ്റെ അവസ്ഥ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഞാനത് പൊള്ളിപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന പാനാണ്. അപ്പം നിങ്ങളും ഇതുപോലെ നല്ല പാനൊന്നും എടുക്കാണ്ടിരിക്കുക. കുറച്ച് യൂസ് ചെയ്ത് പഴകിയിട്ടുള്ള പാനുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പൊള്ളിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് കണ്ടാരും ഭയക്കണ്ട. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കിഴി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ കുറച്ചും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കിഴി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിലൊന്ന് നമുക്ക് ഇനി കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കോഴിമുട്ട പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കത് തുറന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ടേസ്റ്റി ഫുഡായിട്ട് കാണാം.